മൗറീഷ്യസിലെ കുറച്ച് കാഴ്ചകളായിട്ടാണ് ഞാനിന്നിവിടെ വന്നിരിക്കുന്നത്. ഇപ്പൊ ആയിരിക്കുന്നത് മൗറീഷ്യസിലെ ഒരു മനോഹരമായ ബീച്ചിലാണ്. ഈ ബീച്ചിന്റെ പ്രത്യേകത നിങ്ങൾ ആസ്വദിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. നമ്മുടെ നാട്ടിലെ പോലെ കേരളത്തിലെ പോലത്തെ ഒരു വെള്ളമൊന്നല്ല കേട്ടോ. നീലയും പച്ചയും കലർന്ന ഒരു ടർക്കോയിഷ് കളറിലുള്ള വെള്ളമാണ് ഇവിടെ കാണാൻ സാധിക്കുക. സൺറൈസ് ടൈമാണ്, അപ്പോൾ വെയിലിങ്ങനെ വെള്ളമുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരിക്കും, എങ്കിലും കാണാൻ മനോഹരമായൊരു ബീച്ച്. ബീച്ചൊക്കെ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആണ്, വെള്ളം വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആണ്. മണല് നോക്കാം, ചെറിയ ചെറിയ പാറകളുണ്ട്. ഈ പാറകളിൽ നിന്നൊക്കെ ഒരു ചെറിയ കപ്പുകൾ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒന്ന് താഴേക്ക് നോക്കിയാൽ പാറ മാത്രമല്ല, പാറകളിൽ ഒരു ചെറിയ കക്കകൾ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുകയാണ്. സൂക്ഷിച്ചു നോക്കിയാലാണ് നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. പാറയാണെന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചു പോകും. ഇന്നലെ ഞാനിവിടെ വന്നപ്പോൾ ഈ പാറയിലൊക്കെ നിറയെ വെള്ളമായിരുന്നു. ഇന്നാണെങ്കിൽ ഈ വെള്ളമൊക്കെ താഴേക്ക് പോയിട്ടുണ്ട്. ഏറ്റവും വേലിയിറക്കം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. കുറച്ച് കഴിഞ്ഞാൽ ഈ പാറകളിലേക്ക് വെള്ളം വരാം. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയാനുള്ളത് മൗറീഷ്യസിന്റെ കൾച്ചറിനെ കുറിച്ച്. ഞാനിവിടെ എത്തിയിരിക്കുന്നത് ഒരു ഇന്റർനാഷണൽ സാൻസ്ക്രിറ്റ് കോൺഫറൻസിൽ പങ്കെടുക്കാനാണ്. തേർഡ് ഗ്ലോബൽ സാൻസ്ക്രിറ്റ് കോൺഫറൻസ് ഓർഗനൈസ്ഡ് ബൈ ഗ്ലോബൽ സാൻസ്ക്രിറ്റ് ഫോറം ഭാരത് ആൻഡ് ഇൻ കൊളാബറേഷൻ വിത്ത് മഹാത്മാഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് മോക്ക മൗറീഷ്യസ്. The theme of the conference is the enduring legacy of Sanskrit in language and culture. 2 days international conference ആണ്. The delegates from different parts of the world are participating here. I am one among them. Very much privileged. I am very much blessed to be here. With me, Rajesh sir is with me, the secretary of Global Sanskrit Forum, and many delegates from India, from different parts of India, and from the different parts of the world. മൗറീഷ്യസിനെ കുറിച്ച് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഇവിടെ വന്നപ്പോൾ ഒരു ഇന്ത്യയുടെ ഒരു പ്രതിച്ഛായ തന്നെയാണ്. ഒരു ഇന്ത്യയുടെ മറ്റൊരു ദ്വീപിലേക്ക് വന്നതുപോലെ തോന്നും. ഇത് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ കിടക്കുന്ന ഒരു മർദ്ദകൽ പോലത്തെ ഒരു മനോഹരമായ ഒരു പാരഡൈസ് ഐലൻഡാണ് മൗറീഷ്യസ്. കാരണം ജീവിതത്തിൽ സന്ദർശിക്കേണ്ട ഒരു ഇടമാണെന്ന് പറയാം. സൗത്ത് ആഫ്രിക്കൻസിന്റെ അതുപോലെ തന്നെ ഫ്രഞ്ച് ഒരു കൾച്ചർ, ഫ്രഞ്ചിന്റെ ഒരു കോളനി ആയിരുന്നു ഫ്രാൻസിന്റെ. അതുപോലെ തന്നെ ഇംഗ്ലീഷുകാർ ബ്രിട്ടീഷ് ഇന്ത്യയിലായിരുന്നപ്പോൾ അവിടുത്തെ കുറെ ലാബേഴ്സിന് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു. അവരിവിടെ സെറ്റിൽഡായി. അങ്ങനെ ഇവിടെ ഇമേഴ്സ്ഡായി ഇവിടുത്തെ ഒരു പുതിയ കൾച്ചർ രൂപപ്പെട്ടു. എങ്കിലും ഇവിടെ ഉള്ളവർക്കൊക്കെ ഇന്ത്യയിലേക്ക് വരണമെന്ന് വലിയ ആഗ്രഹമാണ്. ഞങ്ങൾ ഇന്നലെ ഒരു മെഡിക്കൽ ക്ലിനിക്കിൽ പോയിരുന്നു, ഒരു ആയുർവേദിക് ക്ലിനിക്കിൽ. അവിടുത്തെ ഡോക്ടർ പറഞ്ഞത് അവരുടെ പൂർവികർക്കൊക്കെ, അവരുടെ ആൻസിസ്റ്റേഴ്സിനൊക്കെ ഇന്ത്യയിൽ വന്ന് 2 ദിവസം താമസിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അത് നടന്നില്ല. അറ്റ്ലീസ്റ്റ് ഈ ജനറേഷനിലവർക്കെങ്കിലും ഇന്ത്യയിലേക്ക് പോകണം എന്നൊരു ആഗ്രഹമുണ്ട്. കാരണം അവർക്ക് ഇന്ത്യ എന്ന് പറയുമ്പോൾ അവരുടെ ഒരു മദർലാൻഡ് എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. കാരണം അവരിവിടെ വന്ന് സെറ്റിൽഡ് ആയിട്ടുണ്ടെങ്കിലും ഇന്ത്യയോട് അത്രമാത്രം അവര് മനസ്സുകൊണ്ട് അടുപ്പം കാണിക്കുന്നു. നമ്മുടെ നാട്ടിലെ എല്ലാ ഫെസ്റ്റിവൽസും, ദീപാവലി ആവട്ടെ, ഹോളി ആവട്ടെ, ഇപ്പോഴത്തെ ഗണേശ ചതുർത്ഥി നമ്മുടെ നാട്ടിൽ ആഘോഷിക്കാൻ പോകുള്ളൂ, അതിന്റെ എല്ലാ ആരവങ്ങളും നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്ത്യയുടെ ഒരു കൾച്ചറുള്ള ഒരു ഇടം ആയിരക്കണക്കിന് കിലോമീറ്ററുകൾക്ക് അപ്പുറത്തേക്ക് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് മൗറീഷ്യസിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഒരിക്കൽ കൂടെ ഈ നീലയും പച്ചയും കലർന്ന ഈ വെള്ളത്തിൽ ഒരിക്കലെങ്കിലും ഇവിടേക്ക് വരണം. ഈ മൗറീഷ്യസിൽ വന്നാൽ ഈ പാരഡൈസ് ഐലൻഡ് നമുക്ക് കാണണം. ഈ വീഡിയോ എടുത്ത് മിസ്റ്റർ KC ആണ്. ഞങ്ങളോടൊപ്പം ഞങ്ങൾ ഇന്ന് മുഴുവൻ സ്ഥലങ്ങളൊക്കെ കാണിക്കാൻ കൊണ്ടുവന്ന ഇവിടുത്തെ ഒരു പൗരനാണ് മൗറീഷ്യസിൽ. അപ്പൊ ഞങ്ങളോടൊപ്പം 2-3 ദിവസം ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ കാണിക്കാൻ ഇദ്ദേഹം ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. ബിഗ് സല്യൂട്ട് ടു KC. താങ്ക് യു സോ മച്ച്. ഇനിയും കുറെ വാർത്തകളായിട്ട് അടുത്ത ദിവസം നമുക്ക് കാണാം.